സഹോസ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ നമ്മുടെ കൂടെ സുനിലേട്ടനുണ്ട്. നിങ്ങൾ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ അല്ലേ നമ്മളൊരു വീഡിയോ ചെയ്തായിരുന്നു, സുനിലേട്ടൻ്റെ കടയും കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്. സ്പെഷ്യൽ ഡേ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്കൂളിലല്ല ഒരു പള്ളിയിൽ ഒരു ക്യാമ്പിന് വേണ്ടി പോവാണ്. പ്രദീപ് സഹോ നമ്മുടെ കൂടെ ഉണ്ട്. പ്രദീപ് സഹോയാണ് വീഡിയോ എടുക്കുന്നത്, അത് നമ്മൾ കാണും. ഒരു പള്ളിയിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം ഇടവകയിൽ ഒരു ക്യാമ്പിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്കാണ് നമ്മൾ സുനിലേട്ടൻ്റെ അടുത്ത് വന്ന് കയറി ആ ബന്ധം പുതുക്കാനായിട്ട് അതെ കണ്ടു. സന്തോഷമായി. അതെ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മകൾ വന്നു. അതെ അങ്ങനെ നല്ല കട അതുപോലെ തന്നെ അന്നത്തെ കഴിഞ്ഞ് വീഡിയോയിൽ കിട്ടി. അച്ഛൻ്റെയൊക്കെ പ്രാർത്ഥനയുടെ ഇതും എല്ലാവരുടെയും സഹകരണത്തിന്റെ ഇതിൽ അത്രയായി കിട്ടി. വളരെ സന്തോഷം. സുനിലേട്ടൻ ഞാൻ അന്നും വീഡിയോ പറഞ്ഞായിരുന്നു, ഒത്തിരി നന്മ, എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാവരും സംസാരിക്കുന്ന. ഇപ്പോൾ കടയിലൊക്കെ ഒരാൾ വന്നു കഴിഞ്ഞാൽ ആൾ സംസാരിച്ചിരിക്കും എന്ന് വെച്ചാൽ ആളെ കേൾക്കാനും പിന്നെ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്യാൻ, ഈ പ്രദേശത്തുള്ള സഹായങ്ങളെല്ലാം ചെയ്യാൻ ഇദ്ദേഹം റെഡിയാണ്. അതാണ് അദ്ദേഹത്തിൽ തോന്നിയ ഏറ്റവും വലിയൊരു നന്മ. അപ്പോൾ ഈ വഴികൾക്ക് വരുന്നവർക്ക് ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചു പോകാം അല്ലേ? ഭക്ഷണം കഴിച്ചു പോകാം. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ സുനിലേട്ട കാണാൻ വലിയ സന്തോഷം. എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. അപ്പോൾ നമ്മളിനി യാത്ര തുടരുകയാണ്. നമ്മൾ ആദിനമസ്കാർ ജോസ്ഗിരി പള്ളിയിലെത്തും. അപ്പോൾ ഇന്നത്തെ ക്യാമ്പിൻ്റെ വിശേഷങ്ങളെല്ലാം നിങ്ങളെ അറിയിക്കും. ഗോഡ് ബ്ലെസ് യു. ഓക്കെ സഹോസ്. അങ്ങനെ സുനിലേട്ടൻ്റെ കടയിൽ നിന്ന് ചായ കുടിച്ച് ഞങ്ങൾ യാത്ര തുടർന്നു. ഏകദേശം ഒരു 7:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല സൂര്യപ്രകാശമുണ്ട്, ചെറിയ തണുപ്പുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പോകുന്ന ഏരിയ എല്ലാം വളരെ പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങളാണ്. ചെറിയ വീടുകളും മരങ്ങളും അങ്ങനെ നിങ്ങൾ റോഡിൽ കണ്ടാൽ മനസ്സിലാവും. അടിപൊളി സ്ഥലമാണ്. അങ്ങനെ സൂര്യപ്രകാശമൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കാണാലോ, അടിച്ചു വരും. അങ്ങനെ ചില സ്ഥലങ്ങൾ ഇതുപോലെയാണ്, വലിയ ഇറക്കമാണ്. ഇങ്ങനെ കുറേ സ്ഥലങ്ങൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ വലിയ ഇറക്കത്തിലൂടെ വേണം പോകാനായിട്ട്. ഇറക്കി ചങ്കൊന്ന് ഇടിക്കും, എന്നാലും കുഴപ്പമില്ല. സോ നമ്മളങ്ങനെ പോവാണ്. അങ്ങനെ ഏകദേശം നമ്മൾ ജോസ്ഗിരി എത്തി. ജോസ്ഗിരി പള്ളിയിലോട്ടുള്ള തിരിയുന്ന സ്ഥലമാണ്. ഇതിലൂടെ നമ്മൾ നേരെ ചെല്ലുന്നത് മെയിൻ റോഡിലോട്ട് പോയി കയറുകയാണ്. മെയിൻ റോഡിലെത്തി. അപ്പോൾ ആ മുകളിൽ ഒരല്പം കൂടി മുകളിലോട്ട് പോകുമ്പോൾ ഈ കാണുന്നതാണ് ജോസ്ഗിരി ദേവാലയം. ആ സൈഡിൽ നിൽക്കുമ്പോൾ ആ പ്രദേശം മുഴുവൻ കാണാം. ഒരു മലയുടെ മുകളിലാണ് ജോസ്ഗിരി പള്ളി. താഴെ നമ്മൾ മുകളിലോട്ട് കയറി വന്നു. അങ്ങനെ പള്ളിയിൽ എത്തിച്ചേർന്നു. സഹോസ് ക്യാമ്പ് ആരംഭിച്ചു. 1, 2, 3, 4 സഹോസ് അവരാണ് ഫ്രണ്ടിലിരിക്കുന്നത്. അവർ ഈ അച്ഛൻ എന്താണ് പറയുന്നതൊക്കെ ശ്രദ്ധിച്ചിരിക്കുകയാണ്. അവർ നൽകുന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ, നോക്കിയേ എത്ര ശാന്തതയോടെയാണ്, എത്ര സന്തോഷത്തോടെയാണ് അവർ എൻജോയ് ചെയ്തിരിക്കുന്നത്. അടിപൊളി. അപ്പോൾ ചേട്ടനും അത് പേര് പരിചയപ്പെട്ടു. ആയിട്ട് 6 സെഷനും കഴിയും. പേര് പരിചയപ്പെടുത്തിയിട്ട് 6 സെഷനും കഴിയും. അപ്പോൾ നമ്മളൊരു 11 കഴിയാകുമ്പോൾ അവർ ചായ കുടിക്കും. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി അങ്ങ് പോകുമ്പോഴേക്കും ഒരു 6ാം ക്ലാസ്, അതായത് 7ാം ക്ലാസ്, ഇവിടെ 6ാം ക്ലാസ് 7ാം ക്ലാസ് ക്ലാസ് കഴിഞ്ഞ ഉടനെ നമ്മൾ അടുത്ത് നമ്മുടെ പാട്ടിലോട്ടും ഡാൻസിലോട്ടൊക്കെ നമ്മൾ കടന്നു. സഹോസ് നമ്മളെല്ലാവരും ഒരുമിച്ച് കുറച്ച് വചനം പഠിച്ചു കേട്ടോ. നമ്മുടെ കൊച്ചു സഹോസ് വചനം പഠിപ്പിക്കും. സഹോസ് നമ്മുടെ ക്യാമ്പ് അവസാനിക്കുന്നത് ആരാധനയോട് കൂടിയാണ്. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുന്ന, ആരാധിക്കുന്ന സമയമാണ്. ഇത് നമ്മുടെ പ്രിയപ്പെട്ട എബിനച്ഛൻ, അച്ഛനാണ് ഇവിടുത്തെ വികാരിയച്ഛൻ. അച്ഛ ഒത്തിരി നന്ദി. ഈ വ്ലോഗ് അവസാനിക്കുന്നതിന് മുമ്പ് കുട്ടികൾക്ക് നിങ്ങളോട് എന്തോ പറയാനുണ്ട്. സഹോസ് അങ്ങനെ ഇന്ന് ജോസ്ഗിരിയിലെ നമ്മുടെ ക്യാമ്പ് ഇവിടെ അവസാനിച്ചു.
ക്യാമ്പ് കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ പോയി അവസാനം ക്യാമ്പിൽ സഹായിക്കുന്നുള്ള കുറച്ച് പേരുണ്ടായിരുന്നു. ഇവിടുത്തെ യുവജനങ്ങളിൽ പെട്ടവരാണ്, കുറച്ച് പേരുണ്ടായിരുന്നു. അവർ പോയി. ആഷിനുണ്ട്, ബിബിനുണ്ട്, പിന്നെ നമ്മുടെ സ്വന്തം ജിതിനാണ് ക്യാമറ എടുക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാം ഇവരാണ് യുവജനങ്ങൾ, കുറച്ച് പേരാണ് ക്യാമ്പിൻ്റെ എല്ലാ അറേഞ്ച്മെൻറ്റ് ചെയ്ത് പിള്ളേരെല്ലാം അറേഞ്ച് ചെയ്യുക, ഫുഡ് അറേഞ്ച് ചെയ്യുക അല്ലേ? അങ്ങനെ ആയിരുന്നില്ലേ? അങ്ങനെ രാവിലെ തൊട്ട് സാധനങ്ങൾ കൊണ്ടുതരിക എല്ലാം ചെയ്തവരാണ്. അപ്പോൾ അടിപൊളിയായിരുന്നില്ലേ ക്യാമ്പ്? ക്യാമ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഇഷ്ടപ്പെട്ടു. കൂടിയോ? ക്യാമ്പ് കൂടി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ പതുക്കെ പോകണം. ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് ജോസ്ഗിരി പള്ളിയുടെ ഫ്രണ്ടിലാണ്. അപ്പോൾ ഇവിടെ നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ. അതുകൂടെ ഒന്ന് കാണിച്ചു കൊടുത്തേക്കാം. ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തേ. അത്യാവശ്യം നല്ല വ്യൂ. ഇവിടെ നിന്ന് വൈകുന്നേരങ്ങളിൽ രാവിലെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്. ആളുകളെ കാണാനും ഈ സ്ഥലങ്ങളൊക്കെ കാണാനൊക്കെ പറ്റിയ സ്ഥലമാണ്. അങ്ങനെ അപ്പം ഞങ്ങളങ്ങനെ യാത്രയാണ്. നമ്മൾ രാവിലെ നമ്മളെ ക്യാമറ പിടിച്ചത് നമ്മുടെ പ്രദീപ് സഭയാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരുമിച്ചുള്ള ഫസ്റ്റ് പ്രോഗ്രാം, ഒരുമിച്ചുള്ള ഫസ്റ്റ് പ്രോഗ്രാമാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ ഈ ഏരിയയിലോട്ടും പ്രദീപ് ആദ്യമായിട്ട് വരുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പൊ പോലും ഉച്ച കഴിയുമ്പോൾ നല്ലൊരു തണുപ്പ്. അത് പ്രദീപ് പറയുന്നത് ഇതാണ്. ഇപ്പോൾ നമ്മൾ സമയം 4:55 4:55 എന്താണ് തണുപ്പ്. ഒരു 2 മണിക്ക് എന്തായിരുന്നു? ചെറിയൊരു തണുപ്പ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ 4:55 ഇനിയിപ്പോൾ യാത്ര മൂവാറ്റുപുഴ ചെല്ലണം, ആൾക്ക് തിരുവനന്തപുരം ചെല്ലണം. ഇനി തണുപ്പ് കൂടി കഴിഞ്ഞാൽ യാത്ര ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പ്രദീപിന് ഇവിടെ കിടന്ന് ഉറങ്ങാനായിരുന്നു താല്പര്യം, പക്ഷെ നാളെ പോകേണ്ടതുകൊണ്ട് ഞങ്ങൾ വിടുക. അപ്പോൾ അങ്ങനെ അപ്പോൾ താങ്ക് യു. ഇവിടുത്തെ നമ്മുടെ പിള്ളേരൊക്കെ ഇഷ്ടപ്പെട്ടു? ജോസ്ഗിരി ഇടവകയിലെ ആണോ? എൻജോയ് ചെയ്തു? അങ്ങനെ നല്ല സിസ്റ്റേഴ്സും അച്ഛൻ വികാരിച്ചനും അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാവരും കൂടി നല്ലൊരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തു തന്നു. അപ്പോൾ അതിന് ദൈവത്തിന് നന്ദി പറയുന്നു അല്ലേ? ഫസ്റ്റ് നമ്മൾ ആർക്കാ നന്ദി പറയുന്നത്? ദൈവത്തിന്. പിന്നെ ഇവിടെയുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ നന്ദി പറഞ്ഞ് ഞങ്ങൾ ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത വ്ളോഗുമായിട്ട് നമ്മൾ കാണാം. അതുവരെ ഹായ് ബൈ. ഹായ് സഹോ. ഹായ് സഹോ.